ഹായ് ഗൈസ്, മാർക്കറ്റ് മേഷുവിൻ്റെ പുതിയൊരു ഡെയിലി മാർക്കറ്റ് പൾസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സ്ട്രോങ് ഗ്യാപ്പ് അപ്പ് മൂവ് നമുക്ക് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ കാണാൻ പറ്റും. ഇവിടെയും ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഫ്രൈഡേ ക്ലോസിങ്ങിൽ. അതിനുശേഷം മൺഡേ മോർണിംഗിൽ സ്ട്രോങ് ഗ്യാപ്പ് അപ്പ് ആണ് തന്നിരിക്കുന്നത്. അതായത് US ഇറാൻ വാർ ഒരു ഡീലിലേക്ക് എത്താൻ പോകുന്നു എന്ന ന്യൂസിനോടനുബന്ധിച്ചിട്ടുള്ള മൂവാണ് നമ്മൾ ഈ കാണുന്നത്. ഓൾറെഡി ഈ ട്രെൻഡ് ലൈൻ നമ്മൾ ഈ മുന്നത്തെ വീഡിയോസിൽ ഏകദേശം മാർക്കറ്റ് ഈ ലെവലിൽ നിൽക്കുമ്പോൾ നമ്മൾ വരച്ച ഒരു ട്രെൻഡ് ലൈനാണ്. ഈ ട്രെൻഡ് ലൈൻ നല്ലൊരു സ്ട്രോങ് ബ്രേക്ക് ഔട്ട് കൂടി തന്നെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു ഫോളോ ത്രൂ പോലെ മാർക്കറ്റ് മുകളിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ്. ഇത് നല്ലൊരു സിനാരിയോ ആണ്. ഒരുപാട് നല്ല നല്ല സെറ്റപ്സ് ഇനി മാർക്കറ്റിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസും മാർക്കറ്റിൽ കിട്ടാനുള്ള വളരെയധികം ചാൻസ് ഞാനിവിടെ കാണുന്നുണ്ട് ഈ ഒരു ആക്ഷന് ശേഷം. അതുപോലെ തന്നെ നിഫ്റ്റിയും നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും ഒരു സ്ട്രോങ് അപ്പ് മൂവ് തന്നെയാണ് തന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഫ്രം ദ ബോട്ടം നിഫ്റ്റി റാലി ചെയ്തിരിക്കുന്നത് 4%. അത് നല്ലൊരു മൂവ് തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈനും വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം. ഈ ട്രെൻഡ് ലൈനും ഓൾമോസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് സസ്റ്റെയിൻ ചെയ്യണം എങ്കിൽ മാത്രമേ നിഫ്റ്റി ഒരു സ്ട്രോങ് മൂവ് മുകളിലേക്ക് ഉള്ളൂ. അതുപോലെ തന്നെ ഓവറോൾ എൻറ്റയർ മാർക്കറ്റും നിഫ്റ്റിക്കൊപ്പം മുകളിലേക്ക് മൂവ് ചെയ്യുള്ളൂ. ഒബ്വിയസ്ലി കമ്പയർ ടു നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആണ് സ്ട്രോങ്. അത് നല്ലൊരു സിനാരിയോ ആണ് സ്വിംഗ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. സോ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നല്ല സ്ട്രോങ് ആയിരിക്കുന്നിടത്തോളം കാലം സ്വിംഗ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസും വളരെ നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ബാങ്ക് നിഫ്റ്റി അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആണ്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സ്ട്രോങ് ആണ് ബാങ്ക് നിഫ്റ്റി. ഈ ഒരു ഹൈസ് ഒക്കെ വന്ന് ബാങ്ക് നിഫ്റ്റി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് നല്ലൊരു ന്യൂസ് ഓർ സിനാരിയോ ആയിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നെ ഇന്നത്തെ ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബീസ് നല്ല ഒരു ഓൾമോസ്റ്റ് ഇന്നലെ എവിടെ ക്ലോസ് ചെയ്തോ അവിടെ നിന്ന് തന്നെ ഇന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒരു സ്മോൾ അപ്പ് മൂവ് തരുന്നുണ്ട്. ഓൺലി 0.27% അപ്പ് ആണെങ്കിൽ കൂടെ അറ്റ്ലീസ്റ്റ് ഗിഫ്റ്റ് നിഫ്റ്റീസ് അപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അദാനി സ്റ്റോക്സിനെ ഓൾറെഡി ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈവൻ ദോ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഇത്ര വലിയ മൂവ് വന്നിട്ടും അദാനി സ്റ്റോക്സിൽ വലിയൊരു മൂവ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു ലെവലൊക്കെ അദാനി സ്റ്റോക്സിൻ്റെ ഒരു മേ ബി ഈ ഒരു ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ അദാനി സ്റ്റോക്സിൻ്റെ ഒരു ഗ്രൂപ്പ് വീണ്ടും ഒരു മൊമെന്റം തരുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഇന്ത്യ വിക്സും വളരെ നല്ല രീതിയിൽ നമുക്ക് വീഴുന്നതായിട്ട് കാണാം. ഈ ഒരു ഹൈയിൽ നിന്നും ഇന്ത്യ വിക്സ് സ്ലോലി വീണ് ഏകദേശം 13 ലെവലിലൊക്കെ കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് നല്ല ഒരു കാര്യമാണ്. ഓൾമോസ്റ്റ് ഒരു 12-നും 17-നും അല്ലെങ്കിൽ 18-നും ഇടയിൽ ഇന്ത്യ വിക്സ് നിൽക്കുന്നതായിരിക്കും മാർക്കറ്റ് സ്റ്റേബിലിറ്റിക്ക് ഏറ്റവും കൂടുതൽ നല്ല കാര്യം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഇങ്ങനെ ഫാസ്റ്റായിട്ട് ഒരു ഗ്യാപ്പ് അപ്പ് തന്നുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഒരു ബെയറിഷ് ക്യാൻഡിൽ വന്ന് പിന്നെ ഒരു ഗ്യാപ്പ് ഡൗൺ, പിന്നെ ഒരു ഗ്യാപ്പ് അപ്പ്, പിന്നെയും ഗ്യാപ്പ് അപ്പ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്സ് പലതിലും ചിലപ്പോൾ ചെറിയ ഗ്യാപ്പ് അപ്പ് വന്ന് മൂവ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അവയൊക്കെ മേ ബി ഈ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും മുകളിലേക്ക് പോയി ചെറിയ 1-2-3 ദിവസത്തെ കൺസോൾട്ടേഷൻ തരികയാണെങ്കിൽ അവയൊക്കെ ചെറിയ രീതിയിൽ പുൾ ബാക്ക് ചെയ്ത് നല്ല എൻട്രി പോയിന്റ്സ് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ ബ്രെഡ്ത്ത് അനാലിസിസിലേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റോക്സ് ഓവർ 20 മിനിറ്റ് മൂവിങ് ആവറേജ് സ്ട്രോങ് ത്രസ്റ്റ് ആണ് തന്നിട്ടുണ്ട് മുകളിലേക്ക്. അപ്പോൾ ഇത് അപ്വേർഡ് മൊമെന്റം തരുന്നിടത്തോളം കാലം നമുക്ക് സ്ട്രോങ് മൂവ്സ് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് സ്റ്റോക്സ് ഓവർ 50 മിനിറ്റ് മൂവിങ് ആവറേജും. പിന്നെ ഷോർട്ട് ടേം ട്രെൻഡും പോസിറ്റീവ് ആയിട്ടുണ്ടായിരുന്നു. ഫ്രൈഡേ മുതൽ ഷോർട്ട് ടേം ട്രെൻഡ് പോസിറ്റീവാണ്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ നെറ്റ് ന്യൂ ഹൈസ് നെഗറ്റീവ് ആയിട്ടുണ്ടായിരുന്നു ജൂൺ 11th, ജൂൺ 8th ആ സമയങ്ങളിലൊക്കെ ഒരു ചോപ്പി ഫേസ് മാർക്കറ്റിൻ്റെ ചോപ്പി ഫേസിൽ നെഗറ്റീവ് ആയിട്ടുണ്ടായിരുന്നു. അതും പോസിറ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഒരു പോസിറ്റീവ് സിനാരിയോ ആണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുന്നത്. മാർക്കറ്റ് ബ്രെഡ്ത്ത് നോക്കുകയാണെങ്കിൽ അപ്പ് 4.5% ടുഡേ എന്നാൽ ഈ നമ്പേഴ്സൊക്കെ വളരെ സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ഡൗൺ 4% നമ്പേഴ്സ് അത്ര സ്ട്രോങ് അല്ല. എല്ലാം കൊണ്ടും കൂടി ബ്രെഡ്ത്ത് വൈസ് ആസ് വെൽ ആസ് ഇൻഡെക്സ് അനാലിസിസ് വൈസ് നമുക്ക് നല്ലൊരു സ്ട്രോങ് മൊമെന്റം മാർക്കറ്റിൽ വരാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. സോ കുറച്ചുകൂടി അഗ്രസീവ് ട്രേഡുകൾ നമുക്ക് എടുക്കാമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. സോ ഇന്നത്തെ മാർക്കറ്റ് പൾസ് വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. നാളെയും ഞാൻ ഈ സെയിം മാർക്കറ്റ് പൾസ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.